നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. രാവിലെ എണീറ്റ് വെറും 10-15 മിനിറ്റിനുള്ളിൽ ഗോതമ്പൊടി കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു ഇടിയപ്പമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു ഗോതമ്പ് ഇടിയപ്പത്തിനോടൊപ്പം കഴിക്കാനായിട്ട് തേങ്ങയൊന്നും അരയ്ക്കാതെ തന്നെ നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയ നല്ലൊരു വെള്ളക്കടല മസാല കൂടി തയ്യാറാക്കുന്നുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റെസിപ്പി കാണാം. ഗോതമ്പ് ഇടിയപ്പം തയ്യാറാക്കാനായിട്ട് 1 കപ്പ് അളവിലാണ് ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഈ പൊടി നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഇത് നമുക്ക് ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു മീഡിയം തീയിൽ വെച്ച് കൈയെടുക്കാതെ തുടർച്ചയായി ഇളക്കി ഈ പൊടിയൊന്ന് വറുത്തെടുക്കാം. ഗോതമ്പ് പൊടിയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഏകദേശം ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ പൊടി നന്നായിട്ടൊന്ന് ചൂടായി കിട്ടും. അങ്ങനെ ഏകദേശം 3 മിനിറ്റോളം വഴറ്റിയെടുക്കുമ്പോഴേക്കും ഗോതമ്പൊടി നന്നായിട്ടൊന്ന് മൂത്ത നല്ലൊരു മണം നമുക്ക് കിട്ടും. ഈ സമയം നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്താൽ ഉടനെ ഈ പാത്രത്തിൻ്റെ ചൂടിൽ കിടന്ന് പൊടി കൂടുതൽ ചൂടായി പോകാതിരിക്കാനായിട്ട് ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. പൊടി ഇതുപോലെ ഇടിയപ്പത്തിൻ്റെ മാവ് കുഴച്ചെടുക്കാൻ പാകത്തിന് വലുപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നതാവും നല്ലത്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പൊടി തിളച്ച വെള്ളത്തിലൊന്ന് വാട്ടിക്കുഴച്ചെടുക്കണം. 1 കപ്പ് പൊടിക്ക് 1.25 കപ്പ് വെള്ളമാണ് ഞാനിവിടെ തിളപ്പിച്ചെടുത്തിരിക്കുന്നത്. ഈ വെള്ളം മുഴുവനായിട്ട് നമുക്കിതിലേക്ക് വേണ്ടി വരില്ല. വെള്ളം ഒരുമിച്ച് ഒഴിക്കാതെ കുറച്ച് കുറച്ചായി ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഓരോ പൊടി അനുസരിച്ച് ചേർക്കേണ്ട വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവാം. ഈ ഗോതമ്പ് പൊടി അങ്ങനെ നന്നായിട്ടൊന്ന് വാട്ടിക്കുഴച്ചെടുത്തിട്ടുണ്ട്. തിളപ്പിച്ചെടുത്ത 1.25 കപ്പ് വെള്ളത്തിൽ നിന്നും 1 കപ്പ് വെള്ളം മാത്രമേ എനിക്കിതിലേക്ക് വേണ്ടി വന്നുള്ളൂ. ഈ മാവിനിപ്പോൾ നല്ല ചൂടുണ്ടാവും. ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞ് കയ്യിലെടുത്ത് കുഴയ്ക്കാൻ പാകത്തിന് ചൂടായി കിട്ടുമ്പോൾ ഇതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് മയപ്പെടുത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. കുഴച്ചെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഒട്ടും കട്ടിയില്ലാതെ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വേണം ഇത് നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്കിത് സേവനാഴിയിലിട്ടിട്ടൊന്ന് പരത്തിയെടുക്കാം. അതിനു മുൻപ് മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇടിയപ്പത്തിൻ്റെ ചില്ലിലും സേവനാഴിയിലും ഇതുപോലെ കുറച്ച് ഓയിൽ തേക്കാം. മാവൊന്ന് പരത്തിയെടുത്ത് വേവിച്ചെടുക്കാനായിട്ട് ഇതുപോലെ കുറച്ച് വാഴയില ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലും നമുക്കിതുപോലെ കുറച്ച് ഓയിൽ തേക്കാം. അതിനുശേഷം മാവിൽ നിന്ന് കുറച്ച് നമുക്ക് സേവനാഴിയിലേക്ക് ഇട്ടിട്ടൊന്ന് മുറുക്കി അടച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഇലയിൽ ഇതുപോലെ കുറച്ച് ചിരകിയ തേങ്ങയിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മാവൊന്ന് പരത്തിയെടുക്കാം. 2-3 തവണ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതിയാവും. ബാക്കിയുള്ള മാവ് കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിത് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ആവിപാത്രത്തിൽ കുറച്ച് വെള്ളമൊന്ന് തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. വെള്ളമൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് പരത്തിയെടുത്ത ഇടിയപ്പമെല്ലാം ഇതുപോലെ ആവിത്തട്ടിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. 2 തട്ടുകളിലായിട്ട് എല്ലാം ഒരുമിച്ച് വെച്ച് തന്നെയാണ് ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നത്. ഇടിയപ്പമെല്ലാം ആവിത്തട്ടിലേക്ക് ഇറക്കി വെച്ച ശേഷം ആവി വന്ന് തുടങ്ങുമ്പോൾ ഇതൊന്ന് മൂടി വെച്ച് ഒരു മീഡിയം തീയിൽ 8 മുതൽ 10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇടിയപ്പം ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനോടൊപ്പം കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനായ ഒരു അടിപൊളി വെള്ളക്കടല മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളക്കടല 6 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ച ശേഷം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും 5-6 വെളുത്തുള്ളിയും ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്ത് ചേർക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും ഒപ്പം തന്നെ 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു മീഡിയം തീയിൽ 4-5 വിസിലടിച്ചതൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ വിസിലടിച്ച് പ്രഷറെല്ലാം പോയതിനു ശേഷം കുക്കർ തുറന്നപ്പോഴേക്കും കടലയെല്ലാം ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായി തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു ഏലക്കായും 2 കഷ്ണം പട്ടയും 4 ഗ്രാമ്പൂവും 1/2 ടീസ്പൂൺ കുരുമുളകും ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് ഒരു 10-15 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്തിട്ട് വീണ്ടും ഒരു 10-15 സെക്കൻഡ് കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 3 സവാള വളരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്ത് ചേർക്കാം. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് സോഫ്റ്റായി പച്ചച്ചെല്ലാം മാറി കളറെല്ലാം ഒന്ന് മാറിക്കിട്ടും വരെ ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി കിട്ടിക്കഴിഞ്ഞാൽ തീയൊന്ന് കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം.
കൂടെ തന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചമണമെല്ലാം ഒന്ന് മാറി കിട്ടും വരെ ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമെല്ലാം ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഇതുപോലെ വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്ത് ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഈ മസാലയെല്ലാം ഒന്ന് യോജിച്ച് കിട്ടാനായിട്ട് 2-3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് സോഫ്റ്റായി വെന്തുടഞ്ഞ് കിട്ടാനായിട്ട് 2-3 മിനിറ്റ് ഒരു മീഡിയം തീയിൽ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് മസാലയിലേക്ക് ചേർന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം ഇതിൻ്റെ ചൂടൊന്ന് കുറയാനായി വെയിറ്റ് ചെയ്യാം. ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഇതെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടലയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത മിക്സ് നമുക്ക് ഇതുപോലെ മസാല തയ്യാറാക്കിയ അതേ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ മസാല അരച്ച മിക്സി ജാറിൽ 1 കപ്പ് വെള്ളം കൂടി ചേർത്തൊന്ന് കറക്കി അതുകൂടി ഇതിലേക്ക് ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും സ്റ്റൗ ഓൺ ചെയ്ത് ഈ മസാലയൊന്ന് തിളപ്പിച്ചെടുക്കാം. മസാല നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കടല വേവിച്ച വെള്ളത്തോടൊപ്പം ഇതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തണുത്ത് കഴിയുമ്പോൾ കറി ഒന്നുകൂടി കുറുകി വരും. അതുകൊണ്ട് കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ് വേണ്ടതെങ്കിൽ ഈ സമയം കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഈ സമയം നമുക്കിതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് മസാല എല്ലാം കടലയിലേക്ക് നന്നായി പിടിച്ച് കറി ഒന്ന് സെറ്റാക്കി കിട്ടാനായിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒരു മീഡിയം തീയിൽ 4-5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കറി ഒന്ന് പാകമായി കിട്ടും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇടിയപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെയും പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാനും ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഇടിയപ്പം ഇവിടെ പാകത്തിനൊന്ന് വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം ഇതെല്ലാം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ വീറ്റ് ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. നമ്മുടെ സാധാ ഇടിയപ്പം പോലെ തന്നെ ഇത് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. തിരക്കുള്ള ദിവസങ്ങളിൽ വളരെയേറെ ഉപകാരപ്പെടുന്ന ഈ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റ് റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്